ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് അന്ന് കൊണ്ടുവന്ന മീനാട്ടോ. 2 കുഞ്ഞു മീനുകൾ ചത്തതുണ്ടായിരുന്നു. ലക്കി ഇപ്പം ഇതിൻ്റെ കൂടെയാ കളി. ഇതിന് ആഹാരം കൊടുപ്പൊക്കെ ഇപ്പം അവൻ്റെ പണിയാട്ടോ. ഇതെന്ത് മീനാന്ന് എനിക്കറിയത്തില്ല. ഇതിന് മീശയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വലിപ്പം വയ്ക്കുമെന്നും എനിക്കറിയത്തില്ല. ഇതിനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയില്ലേ. 3 എണ്ണം പോയതൊഴിച്ച് ബാക്കിയെല്ലാം നന്നായിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ദിവസത്തിൽ ഒരു പ്രാവശ്യം വെള്ളം മാറ്റി കൊടുക്കും. ഇതിന് ആഹാരം കൊടുത്തിട്ട് കഴിച്ചില്ലേ അടികൊള്ളൂ എന്നൊക്കെ പറയുന്ന കേൾക്കാം. ഈ മീനുകളെ അന്ന് തന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അവരെന്ന് പറഞ്ഞായിരുന്നു ഇത് വേഗന്ന് ചാവുന്ന മീനല്ലാന്ന്. ലക്കി ചോറ് കൊടുക്കുക അതിന്. ഓരോരുത്തർക്ക് എണ്ണിയാണ് കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് അച്ചാച്ചി എനിക്ക് തോട്ടുനിന്ന് മീൻ പിടിച്ചു തരുമായിരുന്നു. അത് കൊണ്ടുവന്ന് ഞാൻ ബോട്ടിൽ ഇട്ട് വെക്കും. രാവിലെ മിക്കതും ചത്ത് കിടക്കും. ആദ്യമൊക്കെ ബോട്ടിൽ അടച്ചു വെക്കുമായിരുന്നു. അറിയില്ലല്ലോ ഓക്സിജനെ പറ്റിയൊന്നും. ഇവനീ കാണിക്കുന്ന കാണുമ്പോൾ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതിനിട്ടുകൊടുത്ത ചോറ് തിന്നാതിരിക്കുന്ന കണ്ടപ്പോൾ അത് വായിൽ വെച്ച് കൊടുക്കാത്തണ്ടാ തിന്നാത്തേന്ന്. ചിക്കൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വേഗം തിന്നുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കേട്ടോ വരുന്നത്. ചാടവും തുള്ളിക്കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെന്ന്. നാട്ടിൽ ഞങ്ങളുടെ വാട്ടർ ഫൗണ്ടനിൽ ഒരുപാട് മീനുകളുണ്ട്, ഗപ്പിയും സാരിയും ഒക്കെ. അവിടെ പോയാലും മഗ്ഗിലെടുത്തോണ്ട് പോയി കളി തന്നെയാണ് അവൻ്റെ പരിപാടി. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അപ്പോഴത്തേക്കും നന്ദയുടെ ഓൺലൈൻ ക്ലാസ്സിന് സമയമായി. വീട്ടിലാന്നേ 2-3 ദിവസം കൊണ്ട് നെറ്റ്വർക്ക് തീരെയില്ല. റോഡിലിരുന്നാണ് ഇപ്പോൾ കുറേയൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സ്കൂൾ അടയ്ക്കും, അതുവരെയുള്ള പ്രശ്നമേ ഉള്ളൂ കേട്ടോ. ഇപ്പം ചൂട് കൂടിയതുകൊണ്ടാണ് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ടായത്. വെക്കേഷൻ കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ തന്നെ ആയിരിക്കും ക്ലാസ്. നന്ദ ഇവിടെ ഇരിക്കുന്ന അത്രയും സമയം അവനും കളി തന്നെയാണ്. ലക്കി മാജിക്ക് കാണിക്കും കേട്ടോ. കാണാതായ ബോളിനെ മാജിക്ക് കാണിച്ച് അവൻ്റെ ഉടുപ്പിൻ്റെ അകത്തുനിന്ന് എടുത്തിരുവാ. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ ലൈബ്രറിയിലോട്ട് പോയി. നന്ദയ്ക്ക് ഏതൊക്കെയോ ബുക്കൊക്കെ നോക്കണമെന്നും പറഞ്ഞ് ഞങ്ങളെ കൂടി വിളിച്ചോണ്ട് പോവുക. പിന്നെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് ഞാനും വിചാരിച്ച്. ലൈബ്രറിക്ക് അടുത്തൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പാർക്കിലോട്ടും വന്ന് അവൾ ലൈബ്രറിയിലോട്ടും പോയി. ഇവിടെ ഒരുപാട് മുയലുകളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലക്കിക്ക് ഇതിന് ആഹാരം കൊടുപ്പാ മെയിൻ പണി. ഇതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോണത് അവന് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അവസാനം വഴക്ക് പറഞ്ഞൊക്കെയാണ് കൊണ്ടുപോണത്. ഇന്ന് തിരിച്ചു പോയപ്പോൾ ഇതിനെ കൂടെ കൊണ്ടുപോകാൻ ഭയങ്കര കരച്ചിലായിരുന്നു. കടയിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞാൽ ഇന്ന് വിളിച്ചോണ്ട് പോയത്. പിന്നെ മുട്ട വാങ്ങാനായിട്ട് കടയിലോട്ട് വന്നു കേട്ടോ. ഈ കടക്കാരൻ്റെ നിന്ന് വാങ്ങുന്ന മുട്ട ഒരു 14 കൂടുതലും പൊട്ടിയതായിരിക്കും. നമ്മൾ വാങ്ങുമ്പോൾ അറിയത്തില്ല, എല്ലായിടത്തും തിരിച്ചു വെച്ചിരിക്കും. വീട്ടിൽ ചെല്ലുമ്പോഴാണ് മൊത്തം പൊട്ടിയത് കാണുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും അതെല്ലാം ട്രേയിൽ കൂടെ ഒലിച്ച് അവിടെ എല്ലാം ഉറുമ്പുകളാവുന്നത്. പിന്നെ സ്മെല്ലും ആയിരിക്കും. ഇപ്പം ഞങ്ങളെല്ലാം ഒന്നെടുത്ത് നോക്കിയേ വാങ്ങത്തുള്ളൂ. ഈ കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ 4-5 എണ്ണം പൊട്ടിയത്. പച്ചക്കറി വിൽക്കുന്നിടത്ത് നല്ല ഫ്രഷ് പറവലിരിക്കുന്നു. അങ്ങനെ കുറച്ച് പറവൽ വാങ്ങി. ഇത് കറിയാക്കിയാലും ഫ്രൈ ചെയ്താലും ഒക്കെ നല്ല ടേസ്റ്റാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി.
രാവിലെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.